നാടൻ ഭക്ഷണങ്ങൾ തേടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനുണ്ട്. ബേക്കറി ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് റിസർവ് ബാങ്കിൻ്റെ കെട്ടിടങ്ങളുണ്ടല്ലോ, അവിടെ ഓഫീസുണ്ട്, റിസർവ് ബാങ്കിൻ്റെ ഓഫീസുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് പാരിസ് റോഡുണ്ട്. ഈ പാരിസ് റോഡ് എന്ന് പറയുമ്പോൾ ഇതിലെ കൂടി നടന്നൊരു 250 മീറ്റർ ആകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് മുള ഉണ്ട്. ഒരു ചെറിയൊരു മുള കൂട്ടം എന്ന് പറയാൻ പറ്റില്ല, 5-6 മുള തണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കറികളുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കയറാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ പ്രത്യേകിച്ച് അതിന് പേരൊന്നുമില്ല, പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ചേച്ചി കവിത ചേച്ചി എന്നാണ് അറിയപ്പെടുന്നത്. കവിത ചേച്ചി എന്ന് പറയുമ്പോൾ പല ചാനലുകളും നമ്മുടെ മാതൃഭൂമി തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MP സാറൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് കവിത ചേച്ചി. പക്ഷേ ചേച്ചിയുടെ പേര് കവിത എന്നല്ല, കവിത എഴുതുന്നു, അതുകൊണ്ടാണ് നമ്മൾ കവിത ചേച്ചി എന്ന് വിളിക്കുന്നത്. ചേച്ചിയുടെ പേര് ശാലിനി എന്നാണ്. ബാക്കി നമ്മുടെ നാടൻ രുചികളും ഈ ചേച്ചിയുടെ വിശേഷങ്ങളും കവിതയുടെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അറിയാലോ. ഇത് തന്നെയാണ് ഹോട്ടൽ പ്രത്യേകിച്ച് പേരില്ല. ഈ മുള തന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. നമ്മൾ ഹോട്ടലിലോട്ട് കയറി. ചേച്ചി നമസ്കാരം. ഇതാണ് നമ്മുടെ കവിത ചേച്ചി. ഇപ്പോൾ പറഞ്ഞില്ലേ, ശാലിനി ചേച്ചി എന്നാണ് പേര്. സാധാരണ ഞാൻ ഇങ്ങനെ കടകളിൽ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ പേര് ചോദിച്ചറിഞ്ഞാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഇത് ഇവിടെ വന്നതിന് മുമ്പ് ശരിക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാതൃഭൂമി വഴി അറിഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതിലെ കൂടി കുറേ പ്രാവശ്യം നമ്മൾ ചേച്ചീനെയും നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിൽ കവർ ചെയ്യാൻ വേണ്ടി നടന്നു. പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. അതിന് സാഹചര്യം ഒത്തു കിട്ടിയില്ല. ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചേച്ചി, എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ? ഇവിടെ കവിത മെയിനായിട്ട് അറിയപ്പെടുന്നത് കവിത എന്നുള്ള രീതിയിലാണല്ലോ. നമ്മുടെ MT സാറ് വന്ന് എന്തൊക്കെയായിരുന്നു അത്? MT സാറ് വന്നു, ഊണ് കഴിച്ചു. സാറിൻ്റെ പുസ്തകത്തിന് 3ാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഊണ് കഴിക്കാൻ വേണ്ടി വന്നത്. ഊണ് കഴിച്ചു. അത് തന്നെ ഒരു അവതാരിക എഴുതി. 3ാമത്തെ പുസ്തകത്തിന് സാറാണ് അവതാരിക എഴുതിയത്. അത് പ്രസിദ്ധീകരിച്ചോ? ഇല്ല, പ്രസിദ്ധീകരിച്ചില്ല. അത് DC-ക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ലെറ്റർ കിട്ടി, അവർ പരിഗണിച്ചു എന്നുള്ളത്. അപ്പോൾ അത് അവരെടുക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ചേച്ചിയുടെ വീട് ഇവിടെ തന്നെ? വീട് ഇവിടെ തന്നെയാണ്. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല, സ്വന്തം സ്ഥലം ബാലരാമപുരത്താണ്. ബാലരാമപുരം. അപ്പോൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നതാണ്. ഓക്കെ. ചേച്ചി, നമ്മുടെ ഹോട്ടലാണോ അതോ കവിതയാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായത് കവിതയാണ്. അപ്പോൾ കവിത എന്തുകൊണ്ട് തുടർന്നെങ്കിലും പോയില്ല? തുടർന്ന് പോകാൻ പറ്റിയ സാഹചര്യങ്ങളിലൂടെ അല്ല വന്നത്, അതുകൊണ്ട് തുടർന്ന് പോകാൻ പറ്റിയില്ല. വേറൊരു കാര്യം, നമ്മുടെ ഈ കവിത എന്ന് പറയുമ്പോൾ എന്താ പറയുക, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, പ്രേമമുണ്ട്, വിരഹമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏതൊരു ഭാവമാണ് നമ്മുടെ ഈ കവിത മുളപ്പിച്ച ചേച്ചിയുടെ മനസ്സിൽ? എല്ലാം ഉണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട്. സ്നേഹമുണ്ട്, എൻ്റെ കവിതയ്ക്കകത്തുമുണ്ട്. സ്നേഹമുണ്ട്, ദുഃഖമുണ്ട്, പ്രേമമുണ്ട്, വിരഹമുണ്ട്. ഇതൊന്നും ഇപ്പോഴും കളഞ്ഞിട്ടില്ല. എല്ലാം ഉണ്ട്, കളഞ്ഞിട്ടില്ല. എല്ലാം മനസ്സിൽ എങ്ങനെ നിൽക്കുകയാണ്. പൂട്ടിയിട്ടേക്കുവാണോ അതോ അഴിച്ചിട്ടേക്കുവാണോ? ഇല്ല, പൂട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ തുറന്നു. അപ്പോൾ എന്തുകൊണ്ട് പെട്ടെന്ന് ഹോട്ടൽ ബിസിനസ്സിലോട്ട് അങ്ങനെ ചാടി? കാരണം വിജയിക്കുമെന്നോ, പല നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അത് ഇത്തിരി ഉള്ളിലോട്ട് കയറി ഇങ്ങനെയൊക്കെ രീതിയിൽ. ഇതൊരു ബേക്കറി ജംഗ്ഷനിലാണെങ്കിലും കുറച്ച് ഉള്ളിലോട്ടാണ്. ഒരു റിസർവ് ബാങ്കിൻ്റെ സൈഡിലൂടെ വത്സല നഴ്സിംഗ് ഹോമിലോട്ട് പോകുന്നൊരു വഴി. അടുത്തെങ്ങും ഒരുപാട് ഓഫീസുകൾ അങ്ങനെയൊന്നുമില്ല. ഒരു ആൾക്കാർ വന്ന് റെസിഡൻഷ്യൽ ഏരിയ ആണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു 14 വർഷം മുമ്പാണ് ഹോട്ടൽ തുടങ്ങിയത്. 14 വർഷമായി. 14 വർഷമായി ഹോട്ടൽ തുടങ്ങിയിട്ട്. ചേച്ചിയായിട്ട് തന്നെ തുടങ്ങിയത്? അല്ല, ഞാനും ഹസ്ബൻഡും കൂടെ തുടങ്ങിയതാണ്. അപ്പോൾ അത് അന്ന് ഹോട്ടൽ തുടങ്ങിയത് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയ ഹോട്ടലാണിത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആൻസർ കേൾക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ ഞാൻ തുടങ്ങി. അതിപ്പോൾ എൻ്റെ അടുത്ത് ചിലർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നിനക്കെന്നാ പിന്നെ കഴിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങി എന്താ പ്രശ്നം? നമ്മൾ പുറത്ത് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താ ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയെന്നാണ് ചേച്ചി പറഞ്ഞത്. മക്കൾക്ക് വേണ്ടിയിട്ട് അതാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അത്ര ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു വേറൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാമ്പത്തികമായിട്ടൊക്കെ തകർന്നപ്പോൾ ബുദ്ധിമുട്ടിലായപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ചേച്ചി ഒരു കാര്യം പറയണ്ടേ, ഒരു വേർഡ് പറഞ്ഞു. കാരണം നമുക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഹോട്ടലാണ്. ശരിക്കും അതിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് വേണ്ടി, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവർ കഴിക്കുന്നതും, അത് തന്നെയാണ് പുറത്തു കൊടുക്കുന്നത്.
അപ്പോൾ അത് എത്രത്തോളം ഹൈജീനിക് ആയിരിക്കും, അതും അതിനകത്ത് കിടക്കുന്നുണ്ട്, ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ശരിക്കും ആ ഒരു വേർഡ്സ്, അതും അതിലും കവിതയാണ്. അപ്പൊ ചേച്ചി ഈ ഹോട്ടൽ ബിസിനസ്സിലോട്ട് കടന്നു, അപ്പൊ നല്ല തിരക്കായിരിക്കുമല്ലോ, കാരണം നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, ഉച്ചക്കത്തെ ഊണാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത. പലപ്പോഴും ഈ എന്താ കവിത എഴുതുന്ന ആൾക്കാർക്ക് ഏകാന്തതയും ബാക്കിയെല്ലാം വേണമെന്നൊരു ഇതുണ്ട്. അപ്പൊ അത് ഇത്ര തിരക്കിന് ഇവിടെ വന്ന് ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ആണ്, അപ്പൊ എങ്ങനെയാണത്? രാവിലെ ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം. ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന, അതായത് നമ്മൾ കഴിക്കുന്നത് ഇതേ ഭക്ഷണമാണ്. അല്ലാതെ കുറച്ച് 14 വർഷം മുമ്പ് എൻ്റെ മോൾക്ക് ഒരു 1.5 വയസ്സോ ഉള്ളപ്പോൾ തുടങ്ങിയ ഹോട്ടലാണിത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ അതൊന്നും മറ്റ് ജോലികളൊന്നും അറിഞ്ഞുകൂടാ, ഈ ജോലിയും അറിഞ്ഞുകൂടാ, ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഈ ജീവിതം അങ്ങനെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ പഠിച്ചു ജീവിതം. ആദ്യം ഒരാളെ വെച്ചു, ജോലിക്ക് സ്ത്രീയെ വെച്ച് അവരെ കഴിഞ്ഞു പാചകമൊക്കെ പഠിച്ച് അങ്ങനെ കുറേ വർഷങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഇതേ ഭക്ഷണം തന്നെയാണ് പുറത്തുള്ള ആൾക്കാർക്കും കൊടുക്കുന്നതും നമ്മൾ കഴിക്കുന്നതും. അപ്പോൾ അത് ഒരു മായവും ഒരു കലർപ്പിൻ്റെ ഒരു സാധനവും ആരോടും എപ്പോഴും പറയും അടുക്കള കയറി നോക്കാം, ആർക്കും എൻ്റെ അടുക്കള കയറി നോക്കാം, അവിടെ ഒരു സാധനം പോലും ആവശ്യമില്ലാത്തതായിട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വേവിക്കത്തതായിട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കലർപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു സാധനങ്ങളും ഇതിനകത്ത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെ ആണ് നമ്മൾ അതേ ഭക്ഷണം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര ചെറിയ സ്ഥലക്കുറവാണ്. ഒരു 20 സീറ്റൊക്കെ വരുള്ളൂ. ചെറിയ കട, പിന്നെ വീടിൻ്റെ ഒരു ഭാഗത്താണ്, കടയെന്ന് പറയാനും പറ്റില്ല, വീടിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പോൾ അത് ഇത്ര ആൾക്കാർ തിരക്കി വരുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. ശരിക്കും ചേച്ചി അത് ആ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കും, എല്ലാം ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു കലർപ്പില്ലാണ്ട് പുറത്തോട്ട് വന്ന രീതി, അത് ആ മുഖത്ത് തന്നെ ഉണ്ട് ചേച്ചി. നമുക്കെന്തായാലും അത് വിടാം. ഇപ്പോൾ തൽക്കാലം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ചേച്ചി നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിഭവങ്ങൾ? രാവിലെ വീട്ടിലുണ്ടാക്കുന്നത് ദോശ, ഇഡ്ഡലി, പുട്ട്, ചപ്പാത്തി, കടലക്കറി, മുട്ടക്കറി, അങ്ങനെ കുറച്ച് സാധാരണ കുറച്ച്. ഉച്ചയ്ക്ക് ഊണിനാണ് തിരക്ക് കൂടുതൽ. ഊണിനാണ് ഒരുപാട് ആൾക്കാർ, ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഊണിന് വരുന്നവരാണ്. ഊണിന് മുൻപേ ഇവിടെ ഉള്ളത് ചിക്കൻ തോരനാണ്. ചിക്കൻ തോരനാണ് ഈ കടയിൽ പേരുള്ളത്. പിന്നെ വറുത്ത മീനുണ്ട്, മീൻകറി, നൊത്തോലിത്തോരൻ, കണവത്തോരൻ, കക്ക, കരിമീൻ, ഇതെല്ലാം എല്ലാം ഉണ്ട്. കുറേശ്ശേ ഉള്ളൂ, നല്ല രീതിയിൽ ടേസ്റ്റോടെ കൊടുക്കും. ഇപ്പൊ ടൈമിംഗ് എപ്പോഴാണ് നമ്മൾ? രാവിലെ 7-8 മണിയാവും രാവിലെ തുറക്കുമ്പോൾ. സാമ്പാർ 7:30 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും രാവിലെ. 7 മണി. വൈകുന്നേരം എത്ര മണി വരെ? വൈകുന്നേരം ഊണ് കഴിയുന്നതോട്, അതായത് നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 4 മണി വരെ ഊണുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ഇല്ല, സന്ധ്യക്കില്ല. സന്ധ്യക്കില്ല. അപ്പൊ അതിനു മുമ്പ് ഊണ് വരെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും ഉണ്ട്. അവിടെ തന്നെ ഇങ്ങനെ സാമ്പാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ കാലാവുന്നുണ്ട്. നമുക്ക് അധികം സമയം കളയാണ്ട് നേരെ അങ്ങോട്ട് പോവാം. പിന്നെ നമ്മുടെ ഇവിടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ MT സാർ വന്നതിന്റെ പടമുണ്ട്, ഇരിക്കുകയാണ്. പൊക്കത്ത് VSR ഉണ്ട്, അത് കവിത പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇതേ ഉള്ളൂ. ബാക്കി പടങ്ങൾക്കോ? ബാക്കി അവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പടങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കഥ ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് പടമൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ വരും, ഭിത്തിയിലൊക്കെ നിറച്ച് തൂങ്ങും. എന്നെ വിസിൽ വിളിക്കണ്ട്. അടുക്കള ആ ഭാഗത്തൊക്കെ എനിക്ക് മനസ്സിലായി.